Hi all. Today we are going to discuss about social media marketing. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ എന്താണെന്ന് ആദ്യം മനസ്സിലായിരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ ഒരു ടൂൾ ആണ്. That enables users to create, share and exchange information, ideas and content in real time. റിയൽ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇൻഫർമേഷനുകൾ എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും, നമ്മളെ ഐഡിയകൾ ഇതൊക്കെ. അതിനാണ് എന്ത് പറയാ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ദീസ് പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് ഇന്ററാക്ഷൻ ത്രൂ ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോസ്, അതർ ഫോമിലൂടെ, മൾട്ടിമീഡിയ പോലുള്ള പല ഫോമിലൂടെ നമുക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഫോസ്റ്ററിംഗ് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ among ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, മൈക്രോ ബ്ലോഗിംഗ്, ട്വിറ്റർ, ട്രെഡ്സ്, ഫോട്ടോ വീഡിയോ ഷെയറിംഗ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, കമ്മ്യൂണിറ്റി ഫോറം, റെഡിറ്റ്, ക്വോറ. ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ. ഇതിൽ ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ലോകത്തിന്റെ എല്ലാ ആളുകളും, മേഖലയിലുള്ള ആളുകളും ഇതിൽ നിലവിലുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഏതാ? ടിക്ടോക്ക് ആണ് കേട്ടോ. ഓക്കെ, ചൈനയിലെ ഏറ്റവും ചൈനക്കാരാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഡിസമിനേഷൻ പ്ലാറ്റ്ഫോം ലൈക്ക് ട്വിറ്റർ, ലിങ്ക്ഡിൻ ആക്ട് ആസ് എ ഇൻസ്റ്റന്റ് സോഴ്സ് ഫോർ ന്യൂസ്, ട്രെൻഡ്സ്, അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പണ്ടൊക്കെ ഞാനൊക്കെ പണ്ടൊക്കെ പത്രം വായിച്ചിരുന്നു. ഇന്ന് ഞാൻ പത്രം വായിക്കാറില്ല. പ്രധാന കാരണം വീട്ടിലുള്ള ഉപ്പ പറയാറുണ്ട്, നീ എന്താ പത്രം വായിക്കാത്തതെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് എന്താ പറയുക, തലേന്ന് രാത്രി തന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോൾ റിയൽ ടൈമിൽ വളരെ ആക്സസിബിൾ ആണ്. പത്രം കഴിഞ്ഞാൽ തലേന്നത്തെ വാർത്ത അന്ന് രാവിലെ നമുക്ക് ലഭിക്കണം. ഇന്നത്തെ വാർത്ത നമുക്ക് ലഭിക്കണം, നാളെ വരെ കാത്തിരിക്കണം. എന്നാൽ ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്, പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കും, ബ്രാൻഡിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. അതേപോലെ സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് അവയർനെസ്. പല സോഷ്യൽ മീഡിയ എന്താണ് എംപവേഴ്സ് കമ്മ്യൂണിറ്റി ടു അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ കോസസ്, സ്പ്രെഡ് അവയർനെസ്, ഓർഗാനിക് ക്യാമ്പയിൻ, മീ ടു, ബ്ലാക്ക് ലീവ്സ് മാറ്റർ പോലുള്ള പല ക്യാമ്പയിനും, മീ ടു ക്യാമ്പയിനുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്, ഇതിലൂടെ പല ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും, നമ്മളെ സ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുക. അതാണ് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പല കോഴ്സുകളൊക്കെ ഓൺലൈനിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. നമുക്ക് ഇതിലൂടെ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുറേ ആളുകളായിട്ട് നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ്വർക്കിംഗ് സാധ്യമാണ്. കുറേ ആളുകളിലേക്ക് നമുക്ക് എത്തി അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും. എന്റർടൈൻമെന്റ് ആൻഡ് എൻഗേജ്മെന്റ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു എന്റർടൈൻമെന്റ് കിട്ടും. അതിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും, നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും, മറ്റു അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, സെൽഫ് എക്സ്പ്രഷൻ. ബിസിനസ്സസിന് കോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾ ആണ് സോഷ്യൽ മീഡിയ. ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കും, നമ്മളൊരു ബ്രാൻഡിന് അവയർനെസ്, കസ്റ്റമറിന്റെ എൻഗേജ്മെന്റ് ഉണ്ടാവും, കസ്റ്റമർ കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്. സൊസൈറ്റി സ്പ്രെഡിങ് അവയർനെസ്, ഫണ്ട് റൈസിങ്. നമ്മൾ പല ഫണ്ട് റൈസിങ് കേട്ടിട്ടുണ്ടാവും. ഒരു മലയാളി ആയിട്ടുള്ള ഒരാള് ജയിലിൽ കിടക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കോടികൾ കേരളത്തിൽ നിന്ന് പിരിച്ചതൊക്കെ സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അതിന്റെ ക്യാമ്പയിൻ ഒക്കെ നടന്നു, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഇനി എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് refers to the use of social media platform to promote product, service or brand. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നമ്മൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ആയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ആയിട്ട്, പോസ്റ്റ് ആയിട്ട്, ഇമേജ് ആയിട്ട്, വീഡിയോ ആയിട്ട്, അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനെ എന്ത് പറയുന്നത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും, ബൂസ്റ്റ് ബ്രാൻഡിന്റെ വിസിബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ അച്ചീവ് മാർക്കറ്റിംഗ് ഗോൾസ്. കീ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻക്രീസിംഗ് ബ്രാൻഡ് അവയർനെസ്. ബ്രാൻഡിന്റെ കുറിച്ചുള്ള ആളുകൾക്കുള്ള അവബോധം ഇൻക്രീസ് ചെയ്യിക്കുക. ഡ്രൈവിംഗ് വെബ്സൈറ്റ് ട്രാഫിക് ആൻഡ് സെയിൽസ്. വെബ്സൈറ്റിൽ ഭയങ്കര ഇതുണ്ടാക്കാൻ, ട്രാഫിക് ഉണ്ടാക്കുക, അതിലൂടെ എന്ത് ചെയ്യും, സെയിൽസ് കൂട്ടാൻ സാധിക്കും. ട്രാഫിക് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് റീച്ച് ആവും. ഓക്കെ, എൻഗേജിങ് വിത്ത് കസ്റ്റമർ ടു ബിൽഡ് റിലേഷൻഷിപ്പ്. കസ്റ്റമർ റേറ്റ് എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യുക, അതിലൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ജനറേറ്റിംഗ് ലീഡ്സ് ആൻഡ് കൺവേർഷൻ. ഇതിന്റെ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. കണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഷെയറിംഗ് ബ്ലോഗ്സ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക് പോലുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് ഷെയർ ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ വീഡിയോ, ദാറ്റ് ഈസ് എ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. എഡ്യൂക്കേഷണൽ വീഡിയോസ് ഓൺ യൂട്യൂബ് ഓർ പോസ്റ്റ് ഓൺ ലിങ്ക്ഡിൻ. ഇനി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നമുക്കറിയാം, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇടും, പ്രൊമോട്ട് നമ്മളെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. പെയ്ഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് ഉണ്ട്.
running targeted ad campaigns on platform like Facebook, Instagram, LinkedIn or TikTok to increase visibility and drive conversion. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് ഞാൻ എന്ത് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ കൊടുത്തു. അതെന്ത് ചെയ്യും, എത്ര ദിവസത്തേക്ക് കൊടുക്കുന്നു, അതിലൂടെ എത്ര ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചാൽ അത് എത്തിക്കും. അങ്ങനെയാണ് പെയ്ഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്. ഓർഗാനിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഷെയറിംഗ് പോസ്റ്റ്, റീലി ഓർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, റീല് ഷെയർ ചെയ്യുക, അപ്ഡേറ്റ്സ് വിത്തൗട്ട് പെയ്ഡ് പ്രൊമോഷൻ ടു എൻഗേജ് വിത്ത് ദ ഓഡിയൻസ് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ ഇല്ലാത്ത അപ്ഡേറ്റ്സുകൾ. ഓക്കെ, കൺസിസ്റ്റന്റ് പോസ്റ്റിംഗ് ഓൺ ബിഹൈൻഡ് ദ സീൻ കണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം. നമ്മൾ ചില ഇതിലൊക്കെ ബിഹൈൻഡ് ദ സീൻ കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യും, അതൊക്കെ ഓർഗാനിക് സോഷ്യൽ മീഡിയ മാർക്കറ്റ്. സോഷ്യൽ മീഡിയ കോൺടെസ്റ്റ് ആൻഡ് ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, റണ്ണിങ് ഇന്ററാക്റ്റീവ് കോൺടെസ്റ്റ്, ചലഞ്ചസ് ഓർ ക്യാമ്പയിൻ ടു ഡ്രൈവ് എൻഗേജ്മെന്റ്. നമ്മൾ ചലഞ്ചുകൾ നടത്തും, പല ക്യാമ്പയിൻ നടത്തും, കോൺടെസ്റ്റ് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ക്യാമ്പയിനിങ് ഉണ്ട്. ഷെയർ ആൻഡ് വിൻ പോലുള്ള ക്യാമ്പയിൻ. സോഷ്യൽ മീഡിയ കസ്റ്റമർ സർവീസ് യൂസിങ് പ്ലാറ്റ്ഫോം ലൈക്ക് ട്വിറ്റർ ഓർ മെസ്സഞ്ചർ ടു റെസ്പോണ്ട് ടു കസ്റ്റമർ ക്വയറീസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും, സംശയങ്ങൾ ചോദിക്കാം, എൻക്വയറി ചെയ്യാൻ, കംപ്ലൈന്റ് അഡ്രസ് ചെയ്യാം. സോഷ്യൽ കൊമേഴ്സ്, സെല്ലിംഗ് പ്രൊഡക്റ്റ് ഡയറക്ട്ലി ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം ഷോപ്പ് പോലുള്ള, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പോലുള്ള ഇതിലൂടെ നമ്മളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. വീഡിയോ മാർക്കറ്റിംഗ്, വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ. യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, എൻകറേജിങ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ കണ്ടന്റ് ഫീച്ചറിംഗ് യുവർ ബ്രാൻഡ്. ഒരു കമ്പനിയുടെ ബ്രാൻഡ് വാങ്ങിയ ആളുകൾക്ക് ആളുകൾ എന്ത് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യുക, അത് എന്ത് ചെയ്യണം, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. സോഷ്യൽ ലിസണിങ് ആൻഡ് എൻഗേജ്മെന്റ്, മോണിറ്ററിംഗ് ബ്രാൻഡ് മെൻഷൻസ്, ഹാഷ്ടാഗ് ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ടു ഷേപ്പ് സ്ട്രാറ്റജി ആൻഡ് എൻഗേജ് വിത്ത് യൂസേഴ്സ്. സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ബ്രാൻഡിന്റെ മെൻഷൻ എങ്ങനെയാണ്, ഹാഷ്ടാഗ് എന്ത്, കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ത്. ഓക്കെ, ഈ അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഒന്ന്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രഡീഷണൽ മീഡിയ അപേക്ഷിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കണമെങ്കിൽ ഒരു ഇലക്ഷന്റെ പത്രം കൊടുക്കണം. പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നു. ആ സമയത്ത് അതിന്റെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ, പത്രത്തിൽ പരസ്യം കൊടുക്കണമെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ അതിന്റെ റേറ്റ് ആണ്. സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇൻക്രീസ് ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡിന്റെ അവയർനെസ് ഇൻക്രീസ് ചെയ്യും, വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡയറക്റ്റ് കസ്റ്റമർ ഇന്ററാക്ഷൻ സാധ്യമാണ്. അവർക്ക് കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അവർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ടാർഗറ്റഡ് അഡ്വർടൈസിങ്, ഇതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് സാധ്യമാണ്. അതാണ് ആരിലേക്ക് എത്തണം, ഏത് ഡെമോഗ്രാഫിക് ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് എത്തണം, ഏത് ഏജ് ഗ്രൂപ്പിലേക്ക് എത്തണം, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഇൻസൈറ്റ്, കസ്റ്റമറിന്റെ ഇൻസൈറ്റ് ഇംപ്രൂവ് ചെയ്യും. ഇൻക്രീസ്ഡ് വെബ്സൈറ്റ് ട്രാഫിക്, വെബ്സൈറ്റ് കൂടുതൽ ആളുകൾ ആ കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. അതിലൂടെ എന്ത് ചെയ്യും, വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യും. കണ്ടന്റ് വൈറലിറ്റി, നമ്മൾ വളരെ കൃത്യമായിട്ട് വരും, നമ്മൾ പറയും ഓൻ വൈറലായി, ഇന്ന പരസ്യം വൈറലായി. ഈ രീതിയിൽ വൈറലാകാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. SEO ബെനിഫിറ്റ്, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ക്യാൻ ഇംപ്രൂവ് സെർച്ച് എഞ്ചിൻ റാങ്കിങ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ എന്ത് ചെയ്യും, SEO റാങ്കിങ്, ആളുകൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളത് ഫസ്റ്റ് എത്തും. ഓക്കെ, അതിന് വേണ്ടത് റെഗുലർ പോസ്റ്റ്, ലിങ്ക് ടു യുവർ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ലിങ്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുക. ബ്രാൻഡ് അതോറിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി, കൺസിസ്റ്റന്റ് ഹൈ ക്വാളിറ്റി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് ആസ് എൻ അതോറിറ്റി in his industry. Engaging content, customer review and testimonial can enhance credibility and trust. എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്ത് ചെയ്യും, ബ്രാൻഡിന്റെ അതോറിറ്റി വർദ്ധിപ്പിക്കും, അത് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂവും ടെസ്റ്റിമോണിയലൊക്കെ അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും വർദ്ധിക്കും. ഈസി പെർഫോമൻസ് ആൻഡ് ട്രാക്കിംഗ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിന്റെ പെർഫോമൻസ് എത്ര ആളുകളിലേക്ക് എത്തി, റിയൽ ടൈമിൽ ഒരു മണിക്കൂറിനുള്ളിലൂടെ ഒക്കെ, ഞാനൊക്കെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എത്ര ആളുകളിലേക്ക് എത്തി എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഒന്ന്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് മോണിറ്റർ ചെയ്യുക, ഇത് എൻഗേജ്മെന്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, വളരെ ടൈം ബേസ്ഡ് ആണ്. റിക്വയർസ് എക്സ്പെർട്ടൈസ്, എക്സ്പേർട്ടിന് വളരെ നിർബന്ധമാണ്. ഒരു എക്സ്പേർട്ട് ആയ ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പബ്ലിക് ക്രിറ്റിസിസം ഉണ്ടാകാൻ സാധിക്കും. നമ്മൾ അത് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. പക്ഷെ ചില ആളുകൾ പറയും ആ ക്രിറ്റിസിസത്തിലൂടെ വൈറലാകുന്ന ആളുകൾ. ആൽഗോരിതം ചേഞ്ചസ്, social media platform frequently update their algorithm which can impact how your content or displayed, who sees it. ഇടയ്ക്ക് ആൽഗോരിതം ചേഞ്ചുകൾ വരാറുണ്ട്. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ആൽഗോരിതം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ് കൂടുതൽ എന്റെ പോസ്റ്റ് ചെക്ക് ചെയ്യുന്നത്,
ആ ആളുകൾക്ക് മാത്രമേ പിന്നീട് എന്റെ പോസ്റ്റുകൾ കാണുന്നുള്ളൂ. ഹൈ കോമ്പറ്റീഷൻ, വളരെ ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. ലിമിറ്റഡ് കൺട്രോൾ ഓവർ കണ്ടന്റ്, കണ്ടന്റിൽ ലിമിറ്റഡ് കൺട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ പ്ലാറ്റ്ഫോം പോളിസി, പ്ലാറ്റ്ഫോമിന്റെ പോളിസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിലെന്തെങ്കിലും വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെനാൽറ്റി കിട്ടും, സസ്പെൻഷൻ കിട്ടും, ഇങ്ങനെയൊക്കെ സാധിക്കാനുള്ള സാധ്യതയുണ്ട്. പൊട്ടൻഷ്യൽ ഫോർ ലോ എൻഗേജ്മെന്റ്, ലോ എൻഗേജ്മെന്റിനുള്ള സാധ്യതകളുണ്ട്. പ്രൈവസി കൺസേൺ, വളരെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് പ്രൈവസി കൺസേൺ. അതിലെ കസ്റ്റമർ ട്രാക്കിങ്ങും മറ്റു കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യും, ഇതിൽ പ്രൈവസി പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത. റിസ്ക് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ്, ഇത് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഒക്കെ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താണ് സോഷ്യൽ മീഡിയ, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ഡിഫറെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അതിന്റെ ടൈപ്സും അതിന്റെ യൂസസുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.